ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സുകാരുടെ കേരള പാഠാവലിയുടെ ക്രിസ്മസ് പരീക്ഷയുടെ ചെറിയ മോഡൽ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നമ്മൾ ഓൾറെഡി കേരള പാഠാവലിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ് കേട്ടോ. മലയാളത്തിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും വേണമെങ്കിൽ STD5 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തമായ വരികളാണിത്. ഈ വരികളോട് സാമ്യമായ കടങ്കഥ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? A. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. B. കാട്ടിലുണ്ടൊരു കൊച്ചൻ തൊട്ടാലുടനെ സ്തുതി ചൊല്ലും. C. അമ്മയ്ക്ക് വാലില്ല തലയില്ല, മകൾക്ക് വാലുണ്ട് തലയുണ്ട്. ഉത്തരം ഏതാണ്? ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി എന്നുള്ള കടങ്കഥയാണ് ആ വരികളോട് കുറച്ചുകൂടെ സാമ്യമായിട്ട് അല്ലെങ്കിൽ യോജിച്ചിട്ട് നിൽക്കുന്നത്. പ്രവർത്തനം 2. വെള്ളിതൻ നേർത്ത കമ്പി പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ വരുന്നത് നിങ്ങളും കണ്ടിട്ടില്ലേ? മഴയുടെ വരവിനെക്കുറിച്ച് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പെഴുതൂ. മഴ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴാണ് വരുന്നത്. പെട്ടെന്ന് ഇരുട്ട് വീണ് ആകാശം കറുക്കും. ദൂരെ നിന്നും മഴ വരുന്ന ഇരമ്പൽ നമുക്ക് കേൾക്കാം. ഉണങ്ങാനിട്ട വിറകും തുണിയും എല്ലാം പെറുക്കിക്കൂട്ടുന്ന തിരക്കിലായിരിക്കും അമ്മ. ആ സമയത്ത് മഴയെ വല്ലാതെ ശകാരിക്കുന്ന അമ്മയെ എനിക്ക് കാണാം. അമ്മ എത്ര ദേഷ്യപ്പെട്ടാലും മഴയെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മഴയുടെ ശബ്ദവും അതിൻ്റെ കുളിർമയും എല്ലാം വല്ലാത്ത സുഖം തന്നെയാണ്. വീടിനു മുകളിൽ ചറപറ മഴ വീഴുന്ന ശബ്ദം കേട്ട് പുതപ്പും മൂടി പുതച്ച് കിടന്നിറങ്ങാൻ എന്തു സുഖമാണ്. നല്ല മഴയുള്ള ദിവസങ്ങളിൽ ചൂട് കട്ടൻ ചായയും നല്ല ചൂടുള്ള എന്തെങ്കിലും പലഹാരങ്ങളും കഴിക്കുന്നതിനോടാണ് എനിക്കേറെ പ്രിയം. സ്കൂളുള്ള ദിവസങ്ങളിൽ പാതി മഴ നനഞ്ഞ് റോഡരികിലൂടെ നടക്കുന്നതും എനിക്കിഷ്ടമാണ്. പ്രവർത്തനം 3. കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു. കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ? താൻ കണ്ട മണ്ണിലെ മായാലോകത്തെക്കുറിച്ച് വില്യം ബീബ് തൻ്റെ സുഹൃത്തിനെ അറിയിക്കാമെന്ന് കരുതി. സുഹൃത്തിന് എഴുതാനിടയുള്ള കത്തിൻ്റെ മാതൃക തയ്യാറാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, കത്തെഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ബോർഡർ വരയ്ക്കണം. പിന്നെ സ്ഥലം തീയതി എന്ന് മാത്രം എഴുതിയാലും മതി. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലവും അതുപോലെ തീയതിയും എഴുതി കൊടുക്കുക കേട്ടോ. പ്രിയപ്പെട്ട ജോൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? എനിക്ക് സുഖം തന്നെ. കുറേ നാളുകളായി നിനക്ക് കത്തെഴുതിയിട്ട്. പക്ഷി നിരീക്ഷണത്തിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. 2 ദിവസം മുൻപ് എനിക്ക് വളരെ വിചിത്രമായൊരു അനുഭവം ഉണ്ടായി. പക്ഷി നിരീക്ഷണത്തിനിടയിലാണ് ഞാൻ കാട്ടിലെ മണ്ണ് ശ്രദ്ധിക്കാനിടയായത്. ആ മണ്ണിൽ നാം കാണാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടായിരിക്കുമോ എന്ന സംശയം എന്നിൽ വന്നപ്പോഴാണ് ഞാൻ ഒരു ചാക്കിൽ മണ്ണ് ശേഖരിച്ചത്. എന്തായാലും കപ്പലിലാണല്ലോ യാത്ര. ആ സമയത്ത് ഒരു നേരമ്പോക്ക് ആയിക്കോട്ടെ ഇത് എന്ന് ഞാൻ കരുതി. കപ്പലിലെത്തിയതും ഞാനും സുഹൃത്തുക്കളും ചേർന്ന് അതിൽ നിന്ന് ഒരു വെടി മണ്ണെടുത്ത് നിരീക്ഷിക്കാൻ തുടങ്ങി. ഹോ, എന്തു വിചിത്രമാണ് അതിനുള്ളിലെ ലോകം! നമുക്കറിയാത്ത എത്രയെത്ര ജീവികളാണ് ആ ചെറിയ അളവ് മണ്ണിൽ വസിക്കുന്നത് എന്നോ. അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു. മാത്രമല്ല ഒരു പുതിയ അറിവും കൂടെയായിരുന്നു. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്കറിയാത്തതും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായ ഒരുപാട് ജീവികൾ. ഈ ഒരു പിടി മണ്ണിൽ ഇത്രയധികം ജീവികളുണ്ടെങ്കിൽ കാട്ടിൽ മുഴുവനായും എത്രയധികം ജീവികൾ ഉണ്ടായിരിക്കും? ഈ ലോകത്തെ മണ്ണിൽ മുഴുവനായി എത്ര ജീവികൾ ഉണ്ടായിരിക്കും? എൻ്റെ ആകാംക്ഷയും അത്ഭുതവും കണ്ട് കപ്പലിലെ സുഹൃത്തുക്കളെല്ലാം എന്നെ കണ്ണുവെട്ടാതെ നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് തീർച്ചയായും ഒന്ന് കാണണം ജോൺ. എൻ്റെ ഈ വിവരങ്ങളെല്ലാം നിന്നോട് നേരിട്ട് പറയണം. പറ്റുമെങ്കിൽ എനിക്കൊരു പുസ്തകമായി ഇത് പ്രസിദ്ധീകരിക്കുകയും വേണം. നിന്റെ അഭിപ്രായം എന്നെ അറിയിക്കുമല്ലോ. സ്നേഹത്തോടെ, വില്യം ബീബ്. പ്രവർത്തനം 4. ഇടുക്കി ഡാം കണ്ടതിൻ്റെ പിറ്റേ ദിവസം അഖിൽ അതിൻ്റെ വിശേഷങ്ങൾ എല്ലാം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞുകൊടുത്തു. അവർ തമ്മിൽ സംസാരിക്കാനിടയുള്ള ഒരു സംഭാഷണം എഴുതി നോക്കൂ. ബിബിൻ, നിങ്ങൾ താജ്മഹൽ കാണാൻ പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, പോയിരുന്നോ? അഖിൽ: ഇല്ല, അച്ഛൻ്റെ കയ്യിൽ അതിനുള്ള പണം തികഞ്ഞിട്ടില്ല. പകരം അച്ഛൻ ഞങ്ങളെ ഇടുക്കിയിലെ താജ്മഹൽ കൊണ്ടുപോയി കാണിച്ചു. ബിബിൻ: ഇടുക്കിയിലെ താജ്മഹലോ? അതേതാണ്? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അഖിൽ: എനിക്കും അതൊരു പുതിയ അറിവ് തന്നെയായിരുന്നു. പക്ഷേ അത് കണ്ട ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ബിബിൻ: പറ, കേൾക്കട്ടെ. അഖിൽ: നമ്മുടെ ഇടുക്കി ഡാമാണ് ഇടുക്കിയിലെ താജ്മഹൽ. കുറവൻ മലയും കുറത്തിമലയും കൂടി യോജിച്ചുകൊണ്ട് പെരിയാറിൽ പണിതിരിക്കുന്ന ആർച്ച് ഡാമാണിത്. ബിബിൻ: നിങ്ങൾ ആർച്ച് ഡാം മാത്രമേ കണ്ടിട്ടുള്ളൂ? അഖിൽ: അല്ല, ചെറുതോണി അണക്കെട്ടും കുളമാവ് അണക്കെട്ടും കണ്ടു. ബിബിൻ: എന്തായാലും ടൂർ ഉഷാറായില്ലേ? അഖിൽ: തീർച്ചയായും. ബിബിൻ: അപ്പോൾ ഇനി എന്നാണ് ആഗ്രയിലെ ശരിക്കുള്ള താജ്മഹൽ കാണാൻ പോകുന്നത്? അഖിൽ: പോവണം. ആദ്യം നമ്മുടെ നാട്ടിലുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടു തീർക്കട്ടെ, എന്നിട്ട് പോകാമെന്ന് കരുതുന്നു. പ്രവർത്തനം 5.
താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ജനനം 1908, വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ്. സഹജീവികളോടുള്ള സ്നേഹം, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, സ്വന്തം ജീവിതാനുഭവങ്ങൾ കഥയാക്കുന്നു. അവാർഡുകൾ: പത്മശ്രീ, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്. ബേപ്പൂർ സുൽത്താൻ. മരണം 1994. ഇക്കാര്യങ്ങളെല്ലാം കൂടെ ഉപയോഗിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കണം. വൈക്കം മുഹമ്മദ് ബഷീർ. 1908 വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിലാണ് ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. മലയാള സാഹിത്യത്തിന് ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു, നീലവെളിച്ചം, തേന്മാവ്, ബാല്യകാലസഖി, പ്രേമലേഖനം തുടങ്ങി ഒട്ടേറെ നല്ല നല്ല പുസ്തകങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തന്റെ സ്വന്തം അനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ അധിക കൃതികളിലും പകർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനുഭവങ്ങളുടെ കലാകാരൻ എന്നുകൂടി ബഷീർ അറിയപ്പെടുന്നു. ഭൂമിയിലെ സകല ജീവികളെയും അദ്ദേഹം ഒരുപോലെ കണ്ടു. പല എഴുത്തുകളിൽ നിന്നും നമുക്കത് വ്യക്തവുമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉപ്പ് സത്യാഗ്രഹത്തിലും ബഷീർ പങ്കെടുത്തിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ് എന്നിവ അതിൽ ചിലതാണ്. 1994 ഈ പ്രശസ്ത എഴുത്തുകാരൻ നിര്യാതനായി. അപ്പൊ മക്കളെ, ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലാണ് കേട്ടോ. ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ വിഷയങ്ങളുടെയും ബാക്കിയുള്ള ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ തുടർന്ന് അടുത്ത ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്